കത്തോലിക്ക സഭയിൽ ഏറെ ഭക്തിയോടും ആദരവോടും കൂടെ ആഘോഷിക്കുന്ന ഒന്നാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. തിരുഹൃദയ വണക്കമാസമായ ജൂൺ മാസത്തിൽ, പ്രത്യേകിച്ച് തിരുനാൾ ദിനത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്താനും ഈശോയുമായുള്ള ബന്ധം ദൃഢമാക്കാനും സഹായിക്കുന്ന 5 പ്രധാന ആത്മീയ മാർഗങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി, നമ്മുടെ കുടുംബങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബത്തെയും പ്രാർത്ഥനയോടെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുക. വീടുകളിൽ തിരുഹൃദയത്തിന്റെ ചിത്രം വലിയ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കുകയും കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രതിഷ്ഠാ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യാം. ഇത് കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും ദൈവാനുഗ്രഹവും നിലനിർത്താൻ സഹായിക്കും. രണ്ടാമതായി, വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും പങ്കെടുക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം പൂർണ്ണമായി അനുഭവിക്കുവാൻ വിശുദ്ധ കുർബാനയേക്കാൾ വലിയ മറ്റൊരു മാർഗമില്ല. തിരുനാൾ ദിനത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഭക്തിയോടെ ദിവ്യബലിയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. കൂടാതെ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിൽ കുറച്ചു സമയം നിശബ്ദമായി ചിലവഴിക്കുന്നത് നമ്മുടെ ആകുലതകൾ അകറ്റി ആത്മീയ ശക്തി പകരാൻ സഹായിക്കും. മൂന്നാമതായി, പാപസങ്കീർത്തനം വഴി ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഈശോയുടെ തിരുഹൃദയം കാരുണ്യത്തിന്റെ അതിരറ്റ സമുദ്രമാണ്. ആ തിരുഹൃദയത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം നമ്മൾ പാപങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ സ്നേഹത്തിലേക്ക് തിരികെ വരിക എന്നതാണ്. നല്ലൊരു കുമ്പസാരം നടത്തി ആത്മീയമായി ഒരുങ്ങുന്നത് വഴി ദൈവത്തിന്റെ സമാധാനവും കരുണയും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും. നാലാമത്തേത്, കാരുണ്യ പ്രവർത്തികളിലൂടെ ദൈവസ്നേഹം പങ്കുവെക്കുക. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിന്റെ പ്രതീകമാണ്. ആ ഭക്തി കേവലം പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. രോഗികളെ സന്ദർശിക്കുക, വിശക്കുന്നവർക്ക് ആഹാരം നൽകുക, പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക തുടങ്ങിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയുടെ സ്നേഹം സഹജീവികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കണം. അവസാനമായി, പരിഹാര പ്രാർത്ഥനകളും ചെറിയ ത്യാഗങ്ങളും ചെയ്യുക. ലോകത്തിൽ ദൈവത്തിനെതിരെ നടക്കുന്ന അനാദരവുകൾക്കും പാപങ്ങൾക്കും പരിഹാരമായി പ്രാർത്ഥനകളും ഉപവാസങ്ങളും കാഴ്ചവെക്കുക. ഈശോയുടെ തിരുഹൃദയത്തിന് ഏൽക്കുന്ന മുറിവുകൾക്ക് പരിഹാരമായി ജപമാലയോ മറ്റു പ്രത്യേക തിരുഹൃദയ പ്രാർത്ഥനകളോ ചൊല്ലുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ സഹായിക്കും. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ എന്നത് കേവലം ഒരു ദിവസത്തെ ആഘോഷമല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ തിരുഹൃദയത്തിൽ നിന്നുള്ള വലിയ ആത്മീയ കൃപകൾ സ്വന്തമാക്കാൻ ഓരോ വിശ്വാസിക്കും സാധിക്കട്ടെ.